രാധേ രാധേ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഓർമ്മിക്കുക, ജീവിതത്തിൽ ഒന്നിൽ നിന്നും നിങ്ങൾ ഒളിച്ചോടരുത്. ഒളിച്ചോടുന്നവൻ ഭീരുവാണ്. അവന് ജീവിതത്തിൽ എവിടെയും വിജയം വരിക്കാൻ കഴിയില്ല. വിജയം എപ്പോഴും ധീരന്റെ കൂടെയാണ്. ആരാണ് ധീരൻ? മറ്റൊരുത്തനെ ഇടിച്ചു വീഴ്ത്തുന്നവന്റെ പേരല്ല ധീരൻ എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ സധൈര്യം നേരിടുന്നവനാണ് ധീരൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇരുട്ടത്തിരിക്കാൻ ഭയമാണോ? ഒറ്റ വഴിയേ ഉള്ളൂ. നേരെ ഇരുട്ടിലേക്ക് 2 ദിവസം ചെന്ന് നിൽക്കുക. ബലം പ്രയോഗിച്ച് നിങ്ങൾ നിൽക്കുക. അതെ, എന്തും സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. 2 ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഇരുട്ടെന്ന് പറയുന്നതിനോടുള്ള പേടി മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് തോന്നും, ഇരുട്ടിനിപ്പോൾ എന്നെയാണ് പേടി. ഒരു കൊച്ചു വഴിയിലൂടെ നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ പേടി തോന്നുന്നു. പേടിച്ചിരുന്നാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അതുവഴി പോകാൻ കഴിയില്ല. നിങ്ങൾ വിചാരിക്കണം, ആയിക്കോട്ടെ, എന്തും വരട്ടെ എന്ന് പറഞ്ഞു ഓടിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ആദ്യം വീണെന്നിരിക്കാം, കയ്യോ കാലോ ഉരഞ്ഞെന്നിരിക്കാം. പക്ഷേ 2-3 പ്രാവശ്യം അത് ഫേസ് ചെയ്ത് കഴിയുന്നതോടുകൂടി നിങ്ങൾ എന്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു? പിന്നെ അതിനകത്തൊരു മിടുക്കനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇന്റർവ്യൂവിന് തോറ്റു, ഓഹോ തോറ്റു എങ്കിൽ അടുത്ത ഇന്റർവ്യൂ ഫേസ് ചെയ്തിട്ട് തന്നെ കാര്യം. ഇതിലൊന്നും കൊണ്ടേ ഞാൻ മാറൂ. അതാണ്, എന്തിനേയും ഫേസ് ചെയ്യുന്നവനാണ് ഈ ലോകമുള്ളത്. ഒരാൾ വഴക്ക് പറയാൻ വന്നാൽ, കടക്കാരൻ വന്നാൽ അകത്ത് കയറി ഇരിക്കുകയല്ല. വരട്ടെ വരട്ടെ, അതിൻ്റെ പേരിൽ അവൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ചെല്ലുക, ഫേസ് ചെയ്യുക, കാര്യങ്ങൾ പറയുക. കേട്ടുകൊള്ളൂ നിങ്ങൾ സ്വാമി വിവേകാനന്ദന്റെ കാര്യം. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ്, അമേരിക്കയിലെ പ്രശസ്തമായ ഷിക്കാഗോ പ്രസംഗം നടത്തുന്നതിന് മുമ്പ്, അദ്ദേഹം ലോക പ്രശസ്തനാകുന്നതിന് മുമ്പ് ഒരു ദിവസം ജയ്പൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് താമസിച്ചു. അപ്പൊ സാധാരണഗതിയിൽ ഈ രാജാക്കന്മാരുടെ ഒരു ചിട്ട എന്ന് പറയുന്നത്, ഈ ആരെങ്കിലും അതിഥികൾ വന്നാൽ അവരങ്ങ് ഉത്സവം പോലെ ആഘോഷിക്കും. അവർ ദേവദാസികളെ വിളിച്ചു വരുത്തും. പിന്നെ നൃത്തമായി, ഡാൻസായി. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം രാജാക്കന്മാർക്ക് അതൊരു ഹരമാണ്. സ്വാമി വിവേകാനന്ദൻ ചെന്നപ്പോൾ ജയ്പൂർ രാജാവ് ഈ സന്യാസിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവദാസിയുടെ നൃത്തവും പാട്ടും എല്ലാം വെച്ചു. ഒരു സന്യാസിയെ സ്വീകരിക്കുന്നതിന് ഒട്ടും നല്ലതല്ല ഇത് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. സ്വാമി വിവേകാനന്ദനാകട്ടെ അന്ന് പക്വതയിലെത്തിയിട്ടില്ല, ഒരു പൂർണ്ണ യോഗിയായിട്ടില്ല. അദ്ദേഹം ഒരു യുവാവാണ്, വികാരങ്ങളെ അടക്കി വച്ചിരിക്കുന്ന ഒരാളാണ്. ദേവദാസിയെ കണ്ടപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഒരു മുറിയിൽ കയറി വാതിലടച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ വരില്ല. കാരണം ആ ദേവദാസിയെ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഭയമായിരുന്നു. അപ്പം മഹാരാജാവ് ചെന്ന് മാപ്പ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളടുത്ത് വരുന്നതൊക്കെ രാജാക്കന്മാരാണ്. ഞങ്ങൾക്ക് രാജാക്കന്മാരെ സ്വീകരിച്ചു മാത്രമേ പരിചയമുള്ളൂ. സന്യാസിമാരെ സ്വീകരിച്ച് ഞങ്ങൾക്ക് പരിചയമില്ല. ഇതാദ്യമായിട്ടാണ് ഞാൻ മാപ്പ് പറയുന്നു. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന ദേവദാസി, അവൾ ഏറ്റവും സമർത്ഥയും ഏറ്റവും സുന്ദരിയുമായ ദേവദാസിയാണ്. അവളുടെ മുമ്പിൽ അങ്ങ് ചെന്നില്ലെങ്കിൽ അവൾ അപമാനിതയായി മാറും. അവളുടെ മനസ്സ് വേദനിക്കും. അവൾക്ക് ഞങ്ങൾ പ്രതിഫലവും കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു വെട്ടത്തേക്ക് വരണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, എന്ത്, ഒരു വേശ്യയുടെ അടുക്കലേക്ക് വരാനോ? ഞാനോ? സാധ്യമല്ല. അദ്ദേഹം നിരാശനായി തിരിച്ചുപോയി. ഒടുവിൽ ദേവദാസി പാട്ടുപാടാൻ തുടങ്ങി. അതൊരു മഹാത്മാവിനെ കുറിച്ചുള്ള പാട്ടായിരുന്നു. ആ പാട്ട് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് അനുയോജ്യല്ല എന്നെനിക്കറിയാം, എന്നാൽ നിങ്ങൾക്കല്പം കൂടി കാരുണ്യവാനാകാമായിരുന്നു. ഞാൻ വഴിയിലെ ചെളിയാണെന്ന് എനിക്കറിയാം, എന്നാൽ നിങ്ങൾക്ക് എന്നോട് ഇത്രയും ശത്രുത കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ ആരുമല്ല,
ഞാനൊരു വിവരമില്ലാത്തവളാണ്, ഞാൻ പാപിയാണ്. എന്നാൽ അങ്ങയെപ്പോലൊരു മഹാത്മാവ് എന്തിനാണ് എന്നെ ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ അവർ കരഞ്ഞുകൊണ്ട് പാടുകയാണ്. ഇത് വിവേകാനന്ദൻ തൻ്റെ മുറിയിലിരുന്നിങ്ങനെ കേൾക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, താൻ എന്താണ് ഈ ചെയ്യുന്നത്? താൻ ഒരു ഭീരുവാവുകയാണ്. ഭീരുവിന് എങ്ങനെയാണ് ലോകം കീഴടക്കാൻ പറ്റുന്നത്? എന്തിനേയും നേരിടുന്നവനാണ് ധീരൻ. സ്വാമി വിവേകാനന്ദൻ വാതിൽ തുറന്നു. ആ നൃത്തം ചെയ്യുന്ന ദേവദാസിയുടെ അടുക്കൽ വന്നു. അവളുടെ നൃത്തം കണ്ടു, അവളുടെ നൃത്തം ആസ്വദിച്ചു. അവൾക്ക് സന്തോഷമായി തീർന്നു. അപ്പോൾ ഒരു ദേവദാസിയാൽ വിവേകാനന്ദൻ പരാജിതനായി. ശരിക്കും പറഞ്ഞാൽ അവിടെ ആ വേശ്യ വിജയിച്ചു, വിവേകാനന്ദൻ തോറ്റു. അന്നത്തെ ദിവസം അദ്ദേഹം ഡയറിയിൽ എഴുതി, എനിക്ക് ദൈവീകതയാൽ ഒരു വെളിപാടുണ്ടായി. ഞാൻ ഭയപ്പെട്ടവനായിരുന്നു. എൻ്റെ ഉള്ളിലെ ഏതോ ഒരു കാമമായിരിക്കണം ആ ദേവദാസിയുടെ അടുക്കൽ പോകാൻ എന്നെ ഭയപ്പെടുത്തിയത്. എന്നാൽ ആ സ്ത്രീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇത്രയും പരിശുദ്ധമായ ആത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ബോധവാനായി. ഞാൻ പരിവർത്തനം ചെയ്യപ്പെട്ടു. ഞാൻ ഒരു വലിയ സത്യം മനസ്സിലാക്കി. പുറത്തവിടെ ആരുണ്ട് എന്നതല്ല പ്രശ്നം, അകത്താരാണുള്ളത്, ഹൃദയത്തിനകത്താരാണുള്ളതെന്നാണ്. എന്നിട്ട് സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഡയറിയിൽ അവസാന വരിയായിട്ട് ഇങ്ങനെ എഴുതി, ഇപ്പോഴെനിക്ക് ആ സ്ത്രീയുമായി ഒരേ കിടക്കയിൽ കിടക്കാൻ പോലും കഴിയും, ഭയമില്ലാതെ. കണ്ടോ, ആദ്യം ആ ദേവദാസി വന്നപ്പോൾ അകത്ത് കയറി കതകടച്ചതാണ് പേടിച്ച്. കാരണം അദ്ദേഹം ഭയപ്പെട്ടു താൻ അതിൽ വീണു പോകുമോ എന്ന്. എന്നാൽ ഇപ്പോൾ വിവേകാനന്ദൻ പറയുന്നു, അവളുമായിട്ട് എനിക്ക് ഒരു കിടക്കയിൽ കിടക്കാൻ പോലും കഴിയും, യാതൊരു ഭയവുമില്ലാതെ. യാതൊരു വികാരങ്ങളും, മോശപ്പെട്ട വികാരങ്ങളും അവളോട് തോന്നില്ല എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. ഒരു വേശ്യയാണ് സ്വാമിജിയെ പരിവർത്തനപ്പെടുത്തിയതെന്നറിയുക. സാക്ഷാൽ ശ്രീരാമകൃഷ്ണന് പോലും സാധിക്കാത്ത പരിവർത്തനം ഒരു വേശ്യയ്ക്ക് സാധിച്ചു. ആരെയും നിസ്സാരരായി കാണരുത്. എവിടെ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കാം. ഒന്നിൽ നിന്നും നിങ്ങൾ ഒളിച്ചോടരുത്. നിങ്ങളൊരു സന്യാസിയാണെങ്കിൽ ഒരു സ്ത്രീ വന്ന് നിങ്ങളോടൊത്ത് താമസിക്കാൻ, പ്രാപിക്കാൻ ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ ഒളിച്ചോടുകയല്ല വേണ്ടത്, സധൈര്യം നേരിട്ട് പരിവർത്തനം ചെയ്യുക. ഒരു സ്ത്രീ വന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയാൽ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. നിനക്കെന്നോട് പ്രണയമാണോ? ആയിക്കോട്ടെ, വന്നുകൊള്ളൂ, നീ പ്രണയം തുടങ്ങിക്കൊള്ളൂ. പക്ഷേ നിന്റെ പ്രണയവും എൻ്റെ പ്രണയവും രണ്ടും രണ്ടാണെന്ന് കരുതുന്ന നിമിഷം നിർത്തിക്കൊള്ളണം. കാരണം നീ ഉദ്ദേശിക്കുന്ന പ്രണയമേവല്ല എൻ്റേത്. അവിടെ ഒളിച്ചോടുകയല്ല. അത്യധികം പ്രണയമാണെന്ന് പറഞ്ഞു വന്ന ഒരു സ്ത്രീ ഉണ്ട് എൻ്റെ അടുക്കല്, കാസർഗോഡ് നിന്നാണ്. അത് ഭയങ്കരമായ പ്രണയമാണെന്നാണ് പറഞ്ഞത്. കർക്കശമായിട്ട് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന കണക്കാണ്, ഇന്ന കണക്കാണ്, ഇതല്ല പ്രണയം. ഒടുവിൽ മനപരിവർത്തനം വന്ന് പ്രണയ വർത്തമാനങ്ങളൊക്കെ നിന്നിട്ട് ഒടുവിൽ അവരെന്നോട് ചോദിച്ചു, തമിഴിൽ എത്ര വ്യഞ്ജനാക്ഷരമുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഒളിച്ചോടരുത്. ഒളിച്ചോടുന്നവൻ ഭീരുവാണ്. ബുദ്ധൻ പോലും തൻ്റെ സന്യാസിയെ വേശ്യാഗ്രഹത്തിലേക്ക് അയച്ചു. കാരണം നേരിട്. ഒരു സ്ത്രീയെ കാണുമ്പോൾ ഓടുകയല്ല വേണ്ടത്, നേരിട്ട് മനസ്സിന് ഉറപ്പ് വരുത്തുകയാണ് വേണ്ടതില്ല. ഇവൾ എന്തൊക്കെ പറഞ്ഞാലും വീഴുന്നവനല്ല ഞാനെന്ന് ഉറപ്പ് വരുത്തണം. അതെ, സ്വാമി വിവേകാനന്ദൻ കണ്ടില്ലേ, ധൈര്യപൂർവം പോയി നേരിട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം വിശ്വപ്രസിദ്ധനായി മാറിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നിലും ഭയന്ന് മാറി നിൽക്കരുത്. നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ഒരു ഭയമുണ്ടോ, നേരിട്ട് ചെല്ലൂ. ചെന്ന് നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക? നിങ്ങൾ കീഴടക്കുക, ഫേസ് ചെയ്യുക. ഫേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും. ഒരു പുലിയുടെ മുമ്പിൽ പെട്ടുപോയി, ഇനി ഒന്നും ചെയ്യാനില്ല, അത് ആക്രമിക്കും, രക്ഷപ്പെടാൻ മാർഗമില്ല, പൊരുതി നോക്കണം. നമ്മൾ കണ്ടില്ലേ കൊല്ലം പട്ടണത്തിൽ ഒരാൾ പുലിയോട് പോരാടിയ കഥ?
പുലിയെ പോരാടി തോൽപ്പിച്ച കഥ നമ്മൾ കണ്ടില്ലേ, അതാണ് സംഭവം എന്നും പറഞ്ഞ് നിങ്ങൾ പുലിയുമായി പോയി പിടിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, പ്രോബ്ലം വരുമ്പോൾ തിരിഞ്ഞോടരുത്, മറിച്ച് അതിനെ നേരിടുക. മനസ്സിലായല്ലോ? മോട്ടിവേഷന്റെ മറ്റു പ്രധാനപ്പെട്ട പാഠങ്ങളുമായി ഞാൻ വരുന്നുണ്ട്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.